ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജനുവരി 14 ബുധനാഴ്ച, മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഷട്ടിലെ ഏകാദശി. ഈ വർഷത്തെ ഷട്ടിലെ ഏകാദശിയുടെ പ്രത്യേകത മകരസംക്രാന്തിയും ഷട്ടിലെ ഏകാദശിയും ഒരേ ദിവസം വരുന്നുവെന്നതാണ്. ഈ വ്രതം എടുക്കുക വഴി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും സൂര്യഭഗവാന്റെയും അനുഗ്രഹം ഏതൊരാൾക്കും പ്രാപ്തമാകുന്നു. ഷഡ് എന്നാൽ 6, തില എന്നാൽ എള്ള്. അപ്പോൾ എള്ള് ഉപയോഗിച്ച് 6 തരത്തിൽ പൂജ ചെയ്യുന്നതിനാലാണ് ഈ പേര് വന്നത്. അതെങ്ങനെയാണെന്നല്ലേ? എള്ളിട്ട വെള്ളത്തിൽ കുളിക്കുക, എള്ളെണ്ണ തേയ്ക്കുക, എള്ള് ദാനം ചെയ്യുക, എള്ളുപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കുക, ഭഗവാന് മുൻപിൽ നാളികേരത്തിൽ എള്ള് കിഴികെട്ടി ദീപം തെളിക്കുക, എള്ള് കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ ഭഗവാന് സമർപ്പിക്കുക ഒക്കെ നമുക്ക് ഷട്ടിലെ ഏകാദശി എടുക്കുമ്പോൾ എള്ളിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ഈ വ്രതം അനുഷ്ഠിക്കുക വഴി ശാരീരിക ശുദ്ധി, മാനസിക ശുദ്ധി, സമ്പദ് സമൃദ്ധി എന്നിവ വർദ്ധിക്കുകയും എള്ള് ദാനം ചെയ്യുക വഴി പാപങ്ങളകന്ന് മോക്ഷപ്രാപ്തിയും ലഭിക്കുന്നു. ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഏകാദശി വ്രതം ആദ്യമായി എടുക്കുന്നവർ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഷട്ടിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഏവരെയും വൈകുണ്ഠനാഥനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. രാധേശ്യാം.